പിന്നെ വെച്ചാൽ ഇപ്പം ഞാൻ മറ്റേ മെയിൻ റോഡിൽ നിന്ന് മാറി സർവീസ് റോഡ് കയറിയിട്ടേ ഇല്ലേ. നിങ്ങൾ ഈ സർവീസ് റോഡ് നോക്കറാ, 2 ലൈനാണ്. പക്ഷെ നമ്മളെ നാട്ടിൽ വരാൻ പോകുന്നത് സിംഗിൾ ലൈനായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യാൻ നമുക്കൊരു തിരിവായിട്ടുന്നില്ല. മേ ബി അവരെന്നും സ്ഥലം എടുത്തിട്ട് എന്നും വീതി കൂട്ടുമെന്ന് അറിയില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ സിംഗിൾ ലൈനിൽ എങ്ങനെ ഇത് മുമ്പോട്ടേക്ക് പോവാം. ലിറ്ററലി നമ്മളെ നാട് രണ്ടാകുന്ന പോലെ അങ്ങനെയല്ല, രണ്ട് ഭാഗത്തായി പോകല്ലേ. പക്ഷെ എന്നാൽ വികസനം വേണം, അതാണ് മെയിൻ അൾട്ടിമേറ്റ്. അതാണ്. യെസ്, വി റീച്ച് ബാംഗ്ലൂർ എത്തി. ഇപ്പം നൈസ് റോഡിലേ ഇല്ലേ, നൈസ് റോഡിൽ നിന്നൊരു 12-14 കിലോമീറ്ററും കൂടി പോകണം. നമുക്ക് തോന്നുന്നത് കലാശപ്പാളയം എത്തണ്ട, കലാശപ്പാളയത്തിന് മുമ്പ് 12 കിലോമീറ്റർ ഇല്ലേ എൻ്റെ ഡെസ്റ്റിനേഷനിൽ അവിടെ വണ്ടി വെച്ച് ലോക്കാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ബാംഗ്ലൂർക്ക് ഇറങ്ങുന്നതായിരിക്കും ഗോയ്സ്. ഓക്കെ, ഫൈനലി ബാംഗ്ലൂർ എത്തി. താഴെ നമ്മളെ കരിക്കോട്ടെ വണ്ടി കാണുന്നുണ്ടെങ്കിൽ വണ്ടി കാണാൻ സൂം ആക്കണം. എടുക്കുന്നുണ്ടോ? ഇന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ഓക്കെ, ഇനി സെക്കൻഡ് എപ്പിസോഡിൽ അപ്പോൾ ഇതുവരെ എൻ്റെ യാത്രയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഇനി ലോഡ് ഇറക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ വണ്ടി തിരിച്ചെടുക്കുന്നത്, പിന്നെ ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോകണം, അഫ്നാൻ്റെ അടുത്ത് പോയി അവിടുന്ന് ബാക്കി ഇനി അങ്ങനെയാണ്. ഓക്കെ, ബൈ ബൈ. അപ്പോൾ വണ്ടി അവിടെ വെച്ച് നല്ല മെട്രോയിലേക്ക് കയറണം. മെട്രോ കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കണം. അഫ്നാൻ്റെ അടുത്തേക്ക് വരണം. വണ്ടി അവിടെ വെച്ച് ഇപ്പം ഞാൻ ഏതോ ഒരു മെട്രോൻ്റെ കൊണ്ടൊക്കെയില്ല, ഞാൻ മെട്രോയിൽ കയറി പോകണം. ഇതെന്തോ പരിപാടി നടന്നതിന് എന്തോ പരിപാടി ഉണ്ടാടാം. അപ്പോൾ ഇതാണ് മെട്രോൻ്റെ സാധനം, നമ്മളെ ബാംഗ്ലൂർ മെട്രോ. അതിനുശേഷം നമ്മളെ ദുബായ് മെട്രോന് ശേഷം ഞാൻ വരുന്ന ഫസ്റ്റ് മെട്രോ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകണം. അവിടുന്ന് ഈ എപ്പിസോഡ് തീരും. അതിനുശേഷം നെക്സ്റ്റ് എപ്പിസോഡ് നമ്മുടെ പർച്ചേസ് ആയിരിക്കും. സാധനങ്ങൾ, വണ്ടിക്ക് വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഹള്ളി എത്തി. ഇനി റാപ്പിഡോ ബുക്ക് ചെയ്യണം, പോകണം അടുത്തേക്ക്. റാപ്പിഡോ ഓണാക്കി റാപ്പിഡോ 8370